ആ ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറയുമ്പോഴത്തേക്ക് ക്യാപ്ഷൻ കണ്ടപ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിക്കാണും. വേറെ ഒന്നുമല്ല, ഇന്ന് എൻ്റെ വെഡ്ഡിങ് സാരി പർച്ചേസിന് ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞൊരു ഷോപ്പിംഗ് വ്ലോഗാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് എത്ര മാസമായെന്ന് ചോദിച്ചാൽ കറക്റ്റ് പറയാനായിട്ടാണെങ്കിൽ ഒരു 2-3 മാസം മുന്നേ ഉള്ള വീഡിയോ ആണ്. 2-3 അല്ല, 4 മാസം ആവത്തില്ല, ഒരു 2-3 മാസം മുന്നേ എടുത്ത വീഡിയോ ആണ്. കല്യാണ സാരിക്ക് നമ്മൾ കുറച്ച് മുന്നേ എടുത്ത് വെക്കണമല്ലോ. ഒരുപാട് മുന്നേയും അല്ല, എന്നാൽ ഒരുപാട് ലേറ്റ് ആയിട്ടല്ല ഞങ്ങൾ സാരി എടുത്തിട്ടുണ്ടായിരുന്നത്. കുറേ അങ്ങ് നേരത്തെ എടുത്ത് വെച്ചിട്ടും കാര്യമില്ല, കാരണം എൻ്റെ സ്വഭാവമാണ്. എനിക്കൊരു സ്വഭാവമുണ്ട്, എടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ആലോചിക്കുക, അയ്യോ ഈ കളർ വേണ്ടായിരുന്നു, വേറെ മതിയായിരുന്നു വെച്ചാൽ ഞാൻ കുറച്ച് ഓവർ തിങ്കറാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ എൻഗേജ്മെൻറ്റിനും അങ്ങനെ കുറച്ച് ഫ്ലോപ്പൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് നേരത്തെ സാരി എടുത്ത് വെക്കുന്നതിനോടും എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം സമയത്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മനസ്സിലാവും ഇനിയിപ്പോൾ ഇത് മാറ്റേണ്ടി വരത്തില്ല, കാരണം അന്നേരം നമുക്കത് അങ്ങോട്ട് ഇഷ്ടമാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു സമയത്താണ് സാരി എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന മിക്കവരുടെയും കേസിൽ അങ്ങനെ ആയിരിക്കണം. പക്ഷെ ഞാൻ കുറേ പേരുടെ കാര്യത്തിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് അവരൊക്കെ ഒരു കളർ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് പോകും, പക്ഷേ നമ്മളിങ്ങനെ പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് അവിടെ ചെന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു കളർ ഇഷ്ടപ്പെടാണ്ട് വേറെ കളേഴ്സ് എടുത്ത കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സെയിം എൻ്റെ കാര്യത്തിൽ ഞാൻ അന്നൊന്നും വിചാരിച്ചില്ലേ എനിക്കിങ്ങനൊന്നും പറ്റത്തില്ല, ഞാൻ വിചാരിച്ച കളർ തന്നെ എടുക്കും, കാരണം അതെൻ്റെ ഫേവറേറ്റ് ആണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. എൻ്റെ കാര്യത്തിൽ അത് തന്നെ സംഭവിച്ചു. ഒരു കളർ ഞാനിങ്ങനെ മനസ്സിൽ വെച്ച് പോയി, അതിൽ നിന്ന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ പോയതാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറഞ്ഞ സെയിം കാര്യമാണ് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഞാൻ ഉദ്ദേശിച്ച കളറല്ല ഞാൻ എടുത്തത്. ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ലായിരുന്നു കേട്ടോ ഈ ഒരു കളറായിരിക്കും ഞാൻ എൻ്റെ കല്യാണത്തിന് എടുക്കുന്നതെന്നുള്ളത്. എൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് ഞാൻ എല്ലാം എടുത്തിട്ടുള്ളത്. എൻ്റെ എൻഗേജ്മെൻറ്റ് സമയത്തിനാണെങ്കിലും എൻ്റെ കല്യാണ സമയത്താണെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. സാരി ആണെങ്കിലും ഡിസൈൻ ചെയ്യിപ്പിക്കുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളും എൻ്റെ ഇഷ്ടത്തിന് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടം അത് നോക്കി എടുക്കാൻ തന്നെ വീട്ടിൽ നിന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാനിങ്ങനെ എല്ലാവരോടും അഭിപ്രായം ചോദിച്ചിട്ട് ലാസ്റ്റ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു നിൻ്റെ ഇഷ്ടം എന്താണോ അതെടുക്കുക എന്നും പറഞ്ഞ് ചെന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാനൊരു കളർ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നെന്ന്. അത് വേറൊന്നുമല്ല, ഒരു ഒനിയൻ പിങ്ക് ആയിരുന്നു കേട്ടോ. പക്ഷേ അതങ്ങോട്ട് വെച്ച് നോക്കിയിട്ട് എനിക്ക് ഒരു രീതിയിൽ അതങ്ങോട്ട് മാച്ച് ആവുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ തീരുമാനം അങ്ങ് മാറ്റി, ഈ കളർ വേണ്ട എന്നുള്ളത്. കാരണം അത്രയും നാളത്തെ എൻ്റെ സങ്കല്പം അതായിരുന്നു. അതുകൊണ്ട് തന്നെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ പിൻട്രസ്റ്റിലൊക്കെ അതിൻ്റെ അത് എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാം, അതിൻ്റെ അത് എങ്ങനത്തെ ടൈപ്പ് മോഡൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാമെന്നൊക്കെ ആയിരുന്നു എൻ്റെ ഇത്രയും നാളത്തെ എൻ്റെ കണക്ക് കൂട്ടലും. പിൻട്രസ്റ്റിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ ഇതുപോലെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സെയിം സാരി അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മാച്ച് ആവാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. ലാസ്റ്റ് ഞാൻ ഒരിക്കൽ പോലും മനസ്സിൽ വിചാരിക്കാത്ത ഒരു കളറാണ് എടുത്തത്. പക്ഷെ സത്യം പറയാലോ, ഞാൻ പറഞ്ഞില്ല ഒരു 3-4 സാരി സെലക്ട് ചെയ്ത് വെച്ച സമയത്ത് ഇത് എൻ്റെ മനസ്സിൽ അടക്കിയിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ എനിക്ക് വേണം എന്നുള്ളത് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ നോക്കിയാൽ എല്ലാം ഇതുപോലെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മാച്ച് ആവുന്നത് എല്ലാവരും പറഞ്ഞു ആ ഒരു കളർ തന്നെയാണെന്ന്. അങ്ങനെ പിന്നെ അത് തന്നെ ചൂസ് ചെയ്തു. സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചു വന്നത് ഒന്ന്, കിട്ടിയത് വേറെ ഒന്നും തന്നെ പറയാം കേട്ടോ. പക്ഷേ എടുത്തത് എനിക്ക് ലാസ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറയാം. പിന്നെ അന്ന് മുതൽ ആ സാരി ഡിസൈൻ ചെയ്യാൻ കൊടുക്കുന്നത് വരെ അതിൻ്റെ ഓരോ റിസർച്ചിലായിരുന്നു കേട്ടോ ഞാൻ. ഇതിന് എങ്ങനെ ബ്ലൗസ് ഡിസൈൻ ചെയ്യാം, എങ്ങനത്തെ ടൈപ്പ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാമെന്നൊക്കെ. ആ ഒരു സമയത്ത് സത്യം പറയല്ലേ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫുള്ളും പല ടൈപ്പിലുള്ള സാരി ബ്ലൗസ് ഡിസൈൻസ് ഒക്കെ ആയിരുന്നു. കാരണം അന്ന് മൊത്തം നോക്കുന്നത് മാത്രമായിരുന്നു, യൂട്യൂബിലും പിൻട്രസ്റ്റിലും ഒക്കെ. അങ്ങനെ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തു, ഡിസൈൻ ചെയ്തു, എല്ലാം ചെയ്തു. അപ്പം ഡീറ്റെയിൽഡ് വീഡിയോ, അതായത് ഞാൻ എവിടെയാണ് സാരിയും ബ്ലൗസൊക്കെ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തതെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എന്നാലും നമ്മുടെ സാരി ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, എല്ലാം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് പറഞ്ഞേക്കാം. അപ്പം ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഒരു കുട്ടി വ്ലോഗാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും ഇനി നമുക്ക് നേരെ പോയി സാരിയൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോവാം. അപ്പോൾ അതാണ്ട് ഈ കാണുന്ന ഒരു സാരിയാണ് ഞാൻ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി രണ്ടും ഞാൻ കല്യാണ ദിവസം ഉടുത്തിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പം ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷോപ്പിംഗ് വ്ലോഗ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ടാറ്റാ.